ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് ആണ്. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ യൂസിങ് ആ ബോൺസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് സ്കെൽറ്റൽ സിസ്റ്റം. സോ സ്കെൽറ്റൽ സിസ്റ്റം വെരി സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ഓഫ് ആ ബോൺസ് ആൻഡ് കാർട്ടിലേജസ്. സോ നമ്മുടെ ബോൺസും കാർട്ടിലേജസും അടങ്ങിയതാണ് സ്കെൽറ്റൽ സിസ്റ്റം. അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് റോൾ എന്ന് പറയുന്നത് മൂവ്മെൻ്റ് ആണ്. പിന്നെ ബോൺസ് ആൻഡ് കാർട്ടിലേജ് ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. നിങ്ങൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ബോൺസ് ആൻഡ് കാർട്ടിലേജസ് ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇനി ബോൺ ഇസ് ഹാർഡ്. ബോൺ ഹാർഡാണെന്നറിയില്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു കാൽഷ്യം സോൾട്സ്. കാരണം അതിലെന്തുണ്ട്? കാൽഷ്യം സോൾട്സ് ഉണ്ട്. whereas cartilage is slightly pliable due to matrix due to chondroitin cells. ഇതിലെന്തുണ്ട്? കാർട്ടിലേജ് പക്ഷേ അങ്ങനെയല്ല, ഇറ്റ്സ് സ്ലൈറ്റ്ലി പ്ലിയബിൾ. നമുക്കിങ്ങനെ അനക്കാൻ പറ്റും കുറച്ചൊക്കെ ഡ്യൂ ടു കോൺട്രോയിറ്റിൻ സോൾട്ട്. ഇനി ദ അതർ തിങ്സ്, നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ദിസ് 206 ബോൺസ് ആൻഡ് ഫ്യൂ കാർട്ടിലേജസ്. ഓക്കെ, വി ഹാവ് 206 ബോൺസ്. ആൻഡ് ഇതിന് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ആക്സിയൽ ബോൺസ് ആൻഡ് എപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. ആക്സിയൽ സ്കെലട്ടനും ഉണ്ട്, എപ്പൻഡിക്കുലാർ സ്കെലട്ടനും ഉണ്ട്. സോ അതാണ് അടുത്ത. ഓക്കെ, സോ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റമാണിത്. കണ്ടോ, ഇതാണ് ആക്സിയൽ. ലൈക്ക് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഐ ഷോ യു. ഇതാണ് ഇവിടം വരെയാണ് ആക്സൽ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ലിംസും നമ്മുടെ ഈ താഴോട്ടുള്ള ഭാഗവും ഇല്ലേ, ലെഗൊക്കെ, അത് എന്താണ്? അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആക്സൽ സ്കെലട്ടൺ. ആക്സൽ സ്കെലട്ടൺ എത്ര ഉണ്ട്? 8 ആക്സൽ സ്കെലട്ടൺസ് ഉണ്ട്. ആരൊക്കെയാണ്? 8 ആക്സൽ സ്കെലട്ടൺ ഉണ്ട്. ആൻഡ് മെയിൻ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നവരാണ് സ്കൾ, വെർട്ടിബ്രൽ കോളം, സ്റ്റേർണം, റിബ്സ്. സോ സ്കളുണ്ട്, നമ്മുടെ വെർട്ടിബ്രൽ കോളം, സ്റ്റേർണം, റിബ്സ്. സ്റ്റേർണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, സോ സ്കൾ ഇസ് എ സെറ്റ് ഓഫ് ബോൺസ് ലൈക്ക് ക്രേനിയൽ ആൻഡ് ഫേഷ്യൽ ബോൺസ്. സ്കൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ക്രേനിയൽ ബോൺസും ഉണ്ട്, ഫേഷ്യൽ ബോൺസും ഉണ്ട്. ഇത് ക്രേനിയൽ ബോൺസും ഈ കാണുന്നത് ഫേസ് കാണുന്നത് ഫേഷ്യൽ ബോൺസും ആണ്. ഓക്കെ, ദർ ആർ 20. അപ്പം ക്രേനിയൽ ബോൺസും ഫേഷ്യൽ ബോൺസും കൂടിയ 22 ബോൺസ് ഉണ്ട്. ക്രേനിയൽ ബോൺസ് 8 ആണ്. ക്രേനിയൽ ബോൺസ് ആർ 8 ഇൻ നമ്പർ. ഇറ്റ്സ് ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറിങ് ഫോർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറുണ്ട്. വേറസ് ഫേഷ്യൽ ബോൺസ് എത്രയാണ്? ഇറ്റ്സ് 40. നമ്മുടെ മുഖത്ത് 14 ബോൺസ് ഉണ്ട്. പിന്നെ ഒരു യു ഷേപ്ഡ് ബോണാണ് ഹയോയിഡ്. ഇവിടെ കണ്ടോ, ഹയോയിഡ് യു ഷേപ്ഡ് ബോൺ അല്ലേ? ദാറ്റ് ഇസ് യു ഷേപ്ഡ് ബോൺ ഇസ് കോൾഡ് ഹയോയിഡ് ആൻഡ് ഇസ് പ്രസൻറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൾ. പിന്നെ നമുക്ക് മിഡിൽ ഇയർ ഉണ്ട്. ഈച്ച് മിഡിൽ ഇയർ കണ്ടെയ്ൻ 3 ടൈനി ബോൺസ് കോൾഡ് മാലിസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. ഇവരെ നമ്മൾ ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. നമ്മുടെ ഇയറിൽ 3 ബോൺസ് ഉണ്ട്: മാലിസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. സോ ഈ സ്മോളസ്റ്റ് ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് സ്റ്റേപ്പസ്. പിന്നെ ദ സ്കൾ റീജിയൻ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് സുപ്പീരിയർ റീജിയൻ ഓഫ് ദ വെർട്ടിബ്രൽ കോളം വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ഓക്സിപിറ്റൽ കോണ്ടൈൽസ്. സോ നമ്മുടെ സ്കള് വെർട്ടിബ്രൽ കോളത്തിൻ്റെ മുകളിലുള്ള ഒരു ഭാഗമായിട്ട് ആണ്. അത് എന്താണ്? 2 ഓക്സിപിറ്റൽ കോണ്ടൈൽസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് സോ ഇറ്റ് ഇസ് കോൾഡ് ഡൈകോണ്ടൈലിക് സ്കൾ. ഓക്കെ, സോ നെക്സ്റ്റ് ഇറ്റ് ഇസ് വെർട്ടിബ്രൽ കോളം. വി ഹാവ് 26 സീരിയലി അറേഞ്ച്ഡ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ നട്ടല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഡോസലി പ്ലേസ്ഡ്. പുറത്തല്ലേ വെച്ചത്? ഇറ്റ്സ് ഡോസലി പ്ലേസ്ഡ്. എക്സ്റ്റെൻസ് ഫ്രം ബേസ് ഓഫ് ദ സ്കൾ. സ്കളിൻ്റെ ബേസിലാണ് സ്കൾ തുടങ്ങുന്നത്. സോ മെയിൻ ഫ്രെയിം വർക്ക് ഓഫ് ദ ട്രങ്ക്, നമ്മുടെ ബോഡീൻ്റെ മെയിൻ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്
വെർട്ടിബ്രൽ കോളമാണ്. ഈ വെർട്ടിബ്രൽ കോളത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എഫക്റ്റ് ആ മൂവ്മെൻറ്റ്. നമ്മുടെ സംടൈംസ് വെർട്ടിബ്രൽ കോളം എന്നല്ല, വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിൽ സ്പൈനുണ്ട്. ഈ സ്പൈന് എന്തെങ്കിലും പറ്റിയാൽ വി വിൽ ബി ഇൻ കോമയല്ല, നമുക്ക് വി കനോട്ട് വാക്ക്. അതാണ് സംഭവം. സോ വെർട്ടിബ്രൽ കോളം ഇസ് എ ഫ്രെയിം വർക്ക് ഓഫ് ട്രങ്ക്. ദർ ഇസ് എ സെൻട്രൽ ഹോളോ പോർഷൻ. ഒരു സെൻട്രൽ ഹോളോ കണ്ടോ, ഇവിടെ ഒരു ഇങ്ങനെ ഹോളോ പോർഷൻ കണ്ടോ, ഇതുവഴിയാണ് എന്ത് പോവുക, സ്പൈനൽ കോഡ് പാസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇവിടെ സ്കള്ളിന് തൊട്ട് താഴെയുള്ള ഈ ബോൺ ഇവിടെ ആണ് എന്തുള്ളത്, ഫസ്റ്റത്തെ വെർട്ടിബ്രയാണ് അറ്റ്ലസ്, സെക്കൻഡത്തതാണ് ആക്സിസ്. കേട്ടോ. ഫസ്റ്റത്തത് അറ്റ്ലസും സെക്കൻഡത്തത് ആക്സിസും. സോ ഇതിനെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ 7, ദ ഫസ്റ്റ് 7 ബോൺസ് സെർവിക്കൽ, പിന്നെ thoracic 12, lumbar 5, sacral 1 fused and coccygeal 1 fused. ഇങ്ങനെ 5 ആയിട്ട് വി ക്യാൻ ക്ലാസിഫൈ. ഏതൊക്കെ? സെർവിക്കൽ, thoracic, lumbar, sacral, coccygeal. പിന്നെ നമ്പർ ഓഫ് സെർവിക്കൽ വെർട്ടിബ്രേ ആർ 7 ഇൻ ഓൾമോസ്റ്റ് ഓൾ ഹ്യൂമൻസ്. ഇവിടെ നമ്മൾ 7 ആണെന്ന് പറഞ്ഞില്ലേ, ഒട്ടുമിക്ക ആളിലും 7 ആണ്. ഒട്ടുമിക്ക മാമൽസിലും 7 ആണ്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, നമുക്ക് എൻട്രൻസിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൊട്ടക്ട് സ്പൈനൽ കോഡ്സ്. ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രൊട്ടക്ട് ആ സ്പൈനൽ കോഡ്സ്, സപ്പോർട്ട് ദ ഹെർട്ട് സെർവ്സ് ആൻഡ് at the point of attachment for ribs and musculature of the back. And sternum is a flat bone which is ventrally in the midline of thoracic. നമ്മുടെ ബോഡിയുടെ ഫ്രണ്ടിക്ക് ഇവിടെ കുറച്ച് ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു പോർഷൻസ് നിങ്ങൾക്ക് കാണും. ഇതുപോലെ ഞാൻ വരയ്ക്കുന്ന പോലെ ഒരു ചെറിയൊരു ഫ്ലാറ്റായിട്ടൊരു സാധനം കാണും. അതിനാണ് നമ്മൾ സ്റ്റേർണം എന്ന് പറയുന്നത്. ഓക്കെ, I'll show you the sternum. ഇതാണ് sternum. Okay. We are going to discuss about ribs. Ribs എന്താണ്? 12 pair of ribs ഉണ്ട്. നമ്മൾ പറയാറില്ലേ 24 ribs ഉണ്ട്, അല്ലെങ്കിൽ 12 pair of ribs. നമ്മുടെ സിക്സ് പാക്കൊക്കെ എടുക്കുന്ന സാധനം. ഓക്കെ, ഇറ്റ്സ് എ തിൻ ഫ്ലാറ്റ് ബോൺ കണക്റ്റഡ് ഡോർസലി ടു ദ വെർട്ടിബ്രൽ കോളം ആൻഡ് വെൻട്രലി ടു ദ സ്റ്റേർണം. ഈ റിബ്സ് എന്താണ്? ഡോർസലി പുറത്ത് ബാക്ക് കൂടെ വെർട്ടിബ്രൽ കോളമായിട്ടും വെൻട്രലി എന്തായിട്ടും സ്റ്റേർണമായിട്ടും കണക്റ്റഡ് ആണ്. അതിന് 2 ആർട്ടിക്കുലേഷൻ സർഫസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൈസെഫാലിക് എന്നാണ് പറയുക. വാട്ട് വിൽ കോൾ ഇറ്റ് ആസ് ബൈസെഫാലിക്. പിന്നെ ഫസ്റ്റ് 7 പെയർ ഓഫ് റിബ്സ് ആർ കോൾഡ് ട്രൂ റിബ്സ്. ഫസ്റ്റ് 7 പെയർ, ആദ്യത്തെ ഇവിടം വരെയുള്ളതിനെ നമ്മൾ ട്രൂ റിബ്സ് എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് dorsally attached to the vertebral column and ventrally to the sternum with a hyaline cartilage. Hyaline cartilage ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന cartilage. 8, 9, 10. 8, 9, 10 false rib ആണ്. കാരണം it do not articulate directly with the sternum. ഇത് vertebral column ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റേർണം ആയിട്ടല്ല ഇത് കണക്ട് ചെയ്തത്. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് 7th rib വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈലൈൻ കാർട്ടിലേജ്. ഈ 7th റിബുമായിട്ടാണ് കണക്ട് ചെയ്തത്, അല്ലാണ്ട് സ്റ്റേർണമായിട്ടല്ല. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫാൾസ് റിബ് ഓർ വെർട്ടിബ്രോകോൺഡ്രൽ റിബ്സ്. ദ ലാസ്റ്റ് 2 പെയർ ഓഫ് ലിബ്സ് ആർ ഫ്ലോട്ടിംഗ് റിബ്സ്. അവർ ഫ്ലോട്ട് ചെയ്തിരിക്കുക, അവർ ആരുമായിട്ട് കണക്റ്റഡ് അല്ല. ഡോർസലി കണക്റ്റഡ് ആണ്, പക്ഷെ വെൻട്രലി ദേ ആർ ഫ്രീ. പിന്നെ thoracic vertebrae ribs sternum together form rib cage. ഓക്കെ, ഇവരെല്ലാവരും കൂടിയാണ് റിബ് കേജ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റം. അപ്പോൾ ആക്സൽ സ്കെലറ്റൽ സിസ്റ്റത്തിൽ സ്കൾ, വെർട്ടിബ്ര, റിബ്സ് ആൻഡ് സ്റ്റേർണം. ഓക്കെ, ഇനി അപ്പെൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റം അവർ ലിംസ് അലോങ് വിത്ത് ദെയർ ഗേർഡിൽസ്. ലിംസും പിന്നെ കുറച്ച് ഗേർഡിൽസും അടങ്ങിയതാണ് അപ്പെൻഡിക്കുലർ സ്കെലറ്റൻ. നമുക്ക് എത്ര ലിംസ് ഉണ്ട്? 4 ലിംസ്. അതായത് 2 hands and 2 legs. ഓരോ ലിപ്സിലും 30 ബോൺസ് ഉണ്ട്. വി ഹാവ് 30 ബോൺസ് ഇൻ ഈച്ച് ലിപ്പ്. നമ്മുടെ ഹാൻഡിൻ്റെത് പറയുകയാണെങ്കിൽ 4 ലിംസിൻ്റെ ഫസ്റ്റ് ലുക്ക് ഹിയർ,
humerus, radius ulna, humerus, radius ulna, പിന്നെ കാർപ്പൽസ് എന്ന് പറഞ്ഞാൽ റിസ്പോൺസ് ആണ്. ദേ ആർ 8 in numbers. പിന്നെ മെറ്റാ കാർപ്പൽസ്, പാം ബോൺസ്, അത് 5 in number ഉണ്ട്. പിന്നെ ഫാലഞ്ചസ് ആണ് നമ്മുടെ ഫിംഗേഴ്സിലുള്ളത് ഏകദേശം 14 in numbers ഉണ്ടാവും. നെക്സ്റ്റ് വി ഹാവ് നമ്മുടെ ലെഗ് നോക്കാം. ലെഗിലാണ് ദ ലോങ്ങസ്റ്റ് ബോൺ, തൈ ബോൺ ഉള്ളത്. ഇറ്റ്സ് ഫീമർ. ലോങ്ങസ്റ്റ് ബോൺ ഇസ് ഫീമർ. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഇസ് ടിബിയ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഉള്ളൊരു കുറച്ച് വലിപ്പമുള്ള ബോണാണ്, ലൈക്ക് ദിസ് വൺ. നെക്സ്റ്റ് ഫിബുല. ടാർസൽസ് കാർപ്പൽസിന് പകരമുള്ളതാണ്. ഇത് 7 in number. മറ്റേത് 8 ഉണ്ടായിരുന്നു, അതെന്താ കുറവെന്ന് നോക്കാം. മെറ്റാ ടാർസൽസ് ആർ 5 in number. ഫാലഞ്ചസ് 14. ഇതൊക്കെ നിങ്ങളുടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റഡി ആൻഡ് വെരി ഈസി ടു സ്കോർ മാർക്സ് ഇൻ യുവർ നീറ്റ് എക്സാംസ്. പിന്നെ ഇതിൽ ഒരു ലെഗിൽ നമുക്ക് ഒരു ബോൺ കുറവുണ്ട്. അത് നമുക്ക് എവിടെ ഉണ്ടെന്ന് അറിയാം. വി ഹാവ് എ പാറ്റല്ല, നീ കപ്പ് ഷേപ്ഡ് ബോൺ കോൾഡ് പാറ്റല്ല കവർ നീ വെൻട്രലി. നമ്മുടെ മുട്ടന് ഒരു ചിരട്ട ഉണ്ടെന്ന് അറിയാറില്ലേ, ദാറ്റ് ഇസ് കോൾഡ് പാറ്റല്ല. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പെക്ടോറൽ ഗർഡിൽസ്. ഇതിൽ വി ഹാവ് 2 ഗർഡിൽസ്. പെക്ടോറൽ ഗർഡിലുണ്ട്, പെൽവിക് ഗർഡിലുണ്ട്. പെക്ടോറൽ ഗൺ എന്ന് പറയുന്നത് ബോൺസ് ഹെൽപ്സ് ആർട്ടിക്കുലേഷൻ ഓഫ് അപ്പർ ലിംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്സിൽസ് ഗർഡ്. നമ്മുടെ അപ്പർ ലിംസിൻ്റെ ആർട്ടിക്കുലേഷന് സഹായിക്കുന്നതാണ് എന്ത്, പെക്ടോറൽ ഗർഡിൽ. ഈച്ച് ഗർഡിൽ ഇസ് ഫോംഡ് 2 halves. 2 halves ആയിട്ട് ഫോം ചെയ്യും. 2 halves എന്തുണ്ട്, ക്ലാവിക്കിളുണ്ട്, സ്കാപ്പുലുണ്ട്. ക്ലാവിക്കിൾസ് നമ്മുടെ കോളർ ബോണാണ്. സ്കാപ്പുല പറയുന്നത് നമ്മുടെ പുറത്തൊരു ട്രയാങ്കുലർ ഷേപ്പിലൊരു ബോൺ കാണാം. ഇറ്റ് ഇസ് കോൾഡ് സ്കാപ്പുല. സോ സ്കാപ്പുല ഇസ് എ ലാർജ് triangular flat bone situated in the dorsal part of our thorax between 2nd and 7th rib. അതും നോക്കി വെക്കണം കേട്ടോ. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ 2nd and 7th rib. ഇനി സ്കാപ്പുല ഹാസ് എ സ്ലൈറ്റ്ലി എലവേറ്റഡ് റിഡ്ജ് കോൾഡ് സ്പൈൻ. സ്കാപ്പുലക്ക് എന്തുണ്ട്, ഒരു ചെറിയൊരു റിഡ്ജ് ഉണ്ട്. ഇതിനാണ് നമ്മൾ സ്പൈൻ എന്ന് പറയുന്നത്. ഈ പ്രോജക്ഷൻ നമ്മൾ സ്പൈൻ എന്നാണ് പറയുക. which projects as a flat expanded process called acromion. അവിടെ ഒരു എക്സ്പാൻഡഡ് ഇതുണ്ട്, പ്രോസസ്സ്, ഒരു കുഴി പോലെ ഉണ്ട്. അതിന് നമ്മൾ ആക്രോമിയോൺ എന്ന് പറയും. ദി ആക്രോമിയോൺ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് സ്കാപ്പുല. ആക്രോമിയോൺ എന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ കോൾഡ് ആക്രോമിയോൺ. ഒരു ഡിപ്രഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയും. ആൻഡ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ഹെഡ് ഓഫ് ദി ഹ്യൂമറസ് വിത്ത് ദ ഹെൽപ്പ് ടു ഫോം എ ഷോൾഡർ. ഇവിടെ എന്തുണ്ട്, എവിടെയാണ് നമ്മൾ ആക്രോമിയോൺ ഉള്ളത്, അവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്, അതിന് ഗ്ലിനോയിഡ് ക്യാവിറ്റി. ആ ക്യാവിറ്റിയിലോട്ടാണ് നമ്മുടെ ഹ്യൂമറസ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ക്ലാവിക്കിൾ ഇസ് എ ലോങ് സ്ലെൻഡർ ബോൺ വിത്ത് 2 curvatures. ഇതുണ്ട്, ഒരു ലോങ് സ്ലെൻഡർ ബോണാണ്. അതിനെയാണ് നമ്മൾ അതിന് നമ്മൾ കോളർ ബോൺസ് എന്നാണ് പറയുന്നത്, കോളർ ബോൺസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇറ്റ് ഇസ് പെൽവിക് ഗർഡിൽ. പെൽവിക് ഗർഡിൽ ഇസ് ലോവർ ലിംസ്. അത് 2 കോആക്സൽ ബോൺസ് കൂടിയിട്ടുള്ളതാണ്. ഈച്ച് കോആക്സൽ ബോൺസ് ഇസ് എ ഫ്യൂഷൻ ഓഫ് 3 bones, ഇല്യം, ഇഷ്യം ആൻഡ് പ്യൂബസ്. ഇല്യം, ഇഷ്യം ആൻഡ് പ്യൂബസ്. ഇതുണ്ട്, ഇല്യം, ഇഷ്യം ആൻഡ് പ്യൂബസ്. അറ്റ് ദ പോയിന്റ് ഓഫ് ഫ്യൂഷൻ എബോവ് ബോൺ ക്യാവിറ്റി ഈസ് കോൾഡ് അസെറ്റാബിൾ. ഇവിടെയുള്ള ക്യാവിറ്റിയുടെ പേര് അസെറ്റാബിലം ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഒരു ക്യാവിറ്റി ഉണ്ടാക്കുന്നത് ആക്രോമിയോൺ ആണ്. ഇവിടെ ക്യാവിറ്റി ഉണ്ടാക്കുന്നത് അസെറ്റാബിലം. ദ 2 halves of pelvic girdle meets ventrally to form pubic symphysis containing fibrous cartilage. ഓക്കെ, അവിടെ ഒരു ക്യാവിറ്റി ഉണ്ടായിട്ട് അവിടെ എന്താ ഫോം ചെയ്യുന്നത്, pubic symphysis. Joints are essential for all types of movements involving bony parts of the body. നമ്മുടെ ജോയിൻറ്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജോയിൻറ്റ്സ് ആർ പോയിൻറ്റ്സ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബോൺസ് ഓർ ബിറ്റ്വീൻ ബോൺസ് ആൻഡ് കാർട്ടിലേജസ്.
Now it's a force generated by muscle is used to carry out movement through joints, which were joints act as fulcrum. I'll show you. Fulcrum എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു ജസ്റ്റ് ഒരു ടച്ച്, നമുക്കൊരു മൂവ്മെൻറ്റിന് ഒരു ജസ്റ്റ് ഒരു കോണ്ടാക്ട് തരണം, അതിനാണ് നമ്മൾ ഫൽക്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇത് തരുന്നതാണ് ജോയിൻറ്റ്സ്, മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു സാധനമാണ്. സോ ദർ ആർ 3 types of joint: fibrous joint, cartilaginous joint and synovial joints. Okay, so first we are going to discuss about fibrous joint. Fibrous joint എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത, it do not allow movements. എന്താണ്? It do not allow movements. No movements are allowed. This type of joints are shown in skull. മൂവ്മെൻറ്റ് ഇല്ലാത്ത സ്കൾ ബോൺസിലാണ്. അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ സ്കൾ ബോൺസ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഇസ് കാർട്ടിലേജിനസ് ബോൺ. കാർട്ടിലേജിനസ് ബോൺ എന്ന് പറയുന്നത് ബോൺസ് ഇൻവോൾവ് ആർ ജോയിൻഡ് ടുഗെദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടത്. സ്ലൈറ്റ് മൂവ്മെൻറ്റ്, സ്ലൈറ്റ് അതായത് കുറച്ച് ലിമിറ്റഡ് മൂവ്മെൻ്റ് ആണ്. ലിമിറ്റഡ് മൂവ്മെൻറ്റ് ഇസ് അലൗഡ്. പിന്നെ ഇറ്റ് ഈസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് വെർട്ടിബ്രേ. അഡ്ജസൻറ്റ് വെർട്ടിബ്രയിലാണ് ഇത് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഇസ് synovial joint. Synovial joints are characterized by the presence of fluid-filled synovial cavity between the articulation surface of two bones. രണ്ട് സർഫസിൽ ഒരു ക്യാവിറ്റി ആയിട്ട് ഫോം ചെയ്യും. Such an arrangement allows considerable movement. അവിടെ എന്തുണ്ട്? ആവശ്യത്തിലധികം മൂവ്മെൻറ്റ് തരുന്നുണ്ട്. അത് വിച്ച് ഹെൽപ്സ് ലോക്കോമോഷൻ ആൻഡ് മെനി അതർ മൂവ്മെൻറ്റ്സ്. അപ്പം ഈ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ബിറ്റ്വീൻ ആ ഹ്യൂമറസ് ആൻഡ് പെക്ടോറിയൽ ഗേർഡൻ. പിന്നെ ഹിഞ്ച് ജോയിൻറ്റ് അല്ലെങ്കിൽ നീ ജോയിൻറ്റ്, നമ്മുടെ നീയിൽ കാണുന്ന ജോയിൻറ്റ്. പിവോട്ട് ജോയിൻറ്റ് ഇസ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. പിന്നെ ഗ്ലൈഡിങ് ജോയിൻറ്റ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ കാർപ്പൽസ്. നമ്മുടെ കാർപ്പൽസിൻ്റെ അവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റില്ല. ഇറ്റ് ഈസ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. പിന്നെ സഡിൽ ജോയിൻറ്റ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഇനി വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിസോർഡേഴ്സ്. ഈ സ്കെലറ്റൽ സിസ്റ്റം ഏകദേശം കഴിയാറായി. ഇത് ലാസ്റ്റ് പോർഷനാണ് ഡിസോർഡേഴ്സ്. ആദ്യം തന്നെ മയാസ്തീനിയ ഗ്രാവിസ്. മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതെന്ത് ചെയ്യും? നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ എഫക്റ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? ഫാറ്റീഗും വീക്കനിങ്, പാരലൈസിസ് ഓഫ് സ്കെലറ്റൽ മസിൽസൊക്കെ ഉണ്ടാക്കും. പിന്നെ അടുത്തത് മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് എ സ്കെലറ്റൽ മസിൽസ്. നമ്മുടെ മസിൽസ് വന്നിട്ട് ഡീജനറേറ്റ് ചെയ്തു പോകും. കാരണം ഇറ്റ് മേ ബി ഡ്യൂ ടു ജനറ്റിക് ഡിസോർഡർ. സോ ഇത് രണ്ടും ഏകദേശം, ഇതെന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, മറ്റേത് ജനറ്റിക് ഡിസോർഡറാണ്. അത് മാറിപ്പോകും. നമ്മുടെ അടുത്ത് എൻട്രൻസിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ഇത് രണ്ടും. നമ്മളോടാണെങ്കിൽ പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യും. സോ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. നെക്സ്റ്റ് ഇറ്റ് ഇസ് ടെറ്റനി. ടെറ്റനി ഇറ്റ്സ് എ റാപ്പിഡ് സ്പാം അല്ലെങ്കിൽ വൈൽഡ് കോൺട്രാക്ഷൻ ഇൻ മസിൽസ് ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ദ ബോഡി. സോ നമ്മുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം അപ്പോൾ പെട്ടെന്നൊരു സ്പാം ഉണ്ടാകും. അതിനാണ് നമ്മൾ ടെറ്റനി. നെക്സ്റ്റ് ഇറ്റ് ഇസ് ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്നാൽ വാദം. ഇറ്റ്സ് എൻ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ്. Next it is osteoporosis. Osteoporosis is an age-related disorder characterized by decreased bone mass and increased chance of fracture. ബോണിൻ്റെ മാസ് കുറയുകയും അപ്പോൾ തന്നെ എന്ത് ചെയ്യും? പൊട്ടാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. ഇത് കൂടുതലും വിമൻസിലാണ് കാണുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ. നെക്സ്റ്റ് വി ഹാവ് ഗൗട്ട്. ഗൗട്ട് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് വന്നിട്ട് ജോയിൻറ്റ്സിൽ നിൽക്കും, അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. അപ്പം ജോയിൻറ്റ്സ് എന്ത് ചെയ്യും? വേദനിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ ഇസ് വെരി ഈസി. ഇറ്റ് ഈസ് വെരി ഈസി ടു സ്കോർ മാർക്സ് ഇൻ നീറ്റ് ആസ് വെൽ ആസ് ഇൻ യുവർ ബോർഡ് എക്സാംസ്. So study and score good marks. Thank you.